എല്ലാവർക്കും നമസ്കാരം. നമുക്ക് തുടങ്ങാം. ഓം വിഘ്നേശ്വരായ നമഃ. ഓം സരസ്വതീ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം അമൃതേശ്വരേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ മഹാലക്ഷ്മി നമഃ. ഓം ദുർഗാദേവി നമഃ. ഇന്ന് നമ്മൾ നവരാത്രി 6-ാം ദിവസമായി. അപ്പോൾ നമ്മൾ നവരാത്രി 1-ാം ദിവസം എന്തൊക്കെ ചെയ്യണം, 2-ാം ദിവസം എന്തൊക്കെ ചെയ്യണം, 3-ാം ദിവസം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നമ്മൾ നോക്കി. ഇനി നമ്മൾ 6-ാം ദിവസം ഏത് ദേവിയെയാണ് ആരാധിക്കുന്നത്? അപ്പോൾ നവരാത്രിയിൽ നവദുർഗമാരിൽ 6-ാമത്തെ ദേവിയാണ് കാർത്യായനി ദേവി എന്ന്. അതായത് പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രകണ്ഠേതി, കൂഷ്മാണ്ഡേതി ചതുർത്ഥകം, പഞ്ചമം സ്കന്ദമാതാദേവി, പിന്നെ ഷഷ്ടം കാർത്യായനി ദേവി. കാർത്യായനി ദേവി എന്ന് പറഞ്ഞ ദേവി തന്നെയാണ് കാർത്യായന മഹർഷിയുടെ ആശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ പുത്രിയായിട്ട് അവതരിച്ചു. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതേപോലെ തന്നെ ആസുരിക നിഗ്രഹത്തിന് വേണ്ടി തന്നെയാണ് അവതരിച്ചത്. അപ്പോൾ ആ കാർത്യായന മഹർഷി തപസ് ചെയ്തിരുന്നു, നല്ലൊരു പുത്രിയെ തനിക്ക് വേണം. അപ്പോൾ അങ്ങനെ കാർത്യായന മഹർഷിയുടെ ആശ്രമത്തിൽ ദേവി അദ്ദേഹത്തിൻ്റെ പുത്രിയായി അവതരിച്ചുകൊണ്ട് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, മഹിഷാസുരവധം, അതുപോലെ തന്നെ ശുംഭനിശുംഭന്മാരെ കൊല്ലല്, പിന്നെ ധൂമ്രലോചനന്മാരെ കൊല്ലല്, അങ്ങനെ ഓരോ അസുരന്മാരുണ്ട്. അതുപോലെ രക്തബീജൻ, അങ്ങനെ ഓരോ അസുരന്മാരെ നിഗ്രഹിക്കുന്നു. അതുപോലെ ദേവി മാഹാത്മ്യത്തിൽ തന്നെ അത് പറയുന്നുണ്ട് അല്ലേ. ദേവി മാഹാത്മ്യത്തിൽ തന്നെ നോക്കൂ, ആദ്യത്തെ കഥ എന്തായിരുന്നു അറിയോ? ഒരു രാജാവ്, 1-ാം അധ്യായത്തിൽ പറയുന്നത്, രാജാവ് തൻ്റെ രാജ്യം നഷ്ടപ്പെട്ടിട്ട്, രാജാവിന് യുദ്ധത്തിൽ പരാജയപ്പെട്ടിട്ട് എന്തു തോന്നി? അതായത് രാജ്യം വിട്ടു പോകണമെന്ന് തോന്നുകയാണ്. അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? രാജ്യം വിട്ടു പോകാൻ തോന്നുകയാണ്. രാജ്യം വിട്ടു പോയപ്പോൾ യുദ്ധത്തിൽ തോറ്റു. അപ്പോൾ അവിടെ നിന്ന് രാജ്യം വിട്ടു ഓടിപ്പോയി, കാട്ടിൽ പോയി രക്ഷപ്പെട്ടു. മരിച്ചില്ല, രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെട്ട് അവിടെ എത്തിയപ്പോൾ ആകെ മനസ്സിന് വിഷമമായി. അപ്പം ഇങ്ങനെ നടന്നു. എന്താണ്, തൻ്റെ രാജ്യം പോയി, ഇനി പ്രജകളെയൊക്കെ പുതിയതായിട്ട് രാജ്യം പിടിച്ചെടുത്ത രാജാവ് പ്രജകളെ നോക്കുവോ, തൻ്റെ ഭാര്യ കുട്ടികളെ നോക്കുവോ, അവരൊക്കെ കഷ്ടമായില്ലേ, ഇനി എന്താ ചെയ്യുക? അപ്പം നമ്മൾ രാജ്യം വിട്ടു വന്നപ്പോൾ എപ്പോഴും നമ്മുടെ കുടുംബത്തെയും ഒന്നും നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒളിവിൽ കാട്ടിൽ പതുങ്ങിയിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു മഹർഷിയുടെ ആശ്രമം കണ്ടത്. അപ്പോൾ അവിടെ പോയി. അപ്പോൾ ആശ്രമത്തിൽ പോയപ്പോൾ മഹർഷി അവിടെ അഭയം കൊടുത്തു. അങ്ങനെ അവിടെ കുഴപ്പമില്ല, ജീവിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മുടെ ചിന്തകൾ നമ്മളിൽ നിന്ന് പോവില്ല അല്ലേ. അപ്പോൾ മഹർഷിയോട് പറയണം, മഹർഷിയെ, ഞാൻ എൻ്റെ രാജ്യം നഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് എന്താ ഇങ്ങനെ പക്ഷേ എനിക്ക് എൻ്റെ രാജ്യത്തെ മറക്കാനോ എൻ്റെ കുടുംബത്തെ മറക്കാനോ ഒന്നും എനിക്ക് പറ്റുന്നില്ല. എൻ്റെ മനസ്സ് അവിടെ തന്നെയാണ്. ഞാൻ ഇങ്ങോട്ട് ഓടി വന്നു എന്നേ ഉള്ളൂ. എനിക്ക് അവരെ മറക്കാൻ പറ്റുന്നില്ല. അതിനെന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യുക, ഞാനൊരു വിഷമാവസ്ഥയിലല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ മഹർഷി പറഞ്ഞു, അങ്ങനെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾക്ക് അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ താമസിച്ചുകൊണ്ട് ആദ്യം ഈ സാധനങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇന്നതൊക്കെ ചെയ്യുകയെന്ന് പറഞ്ഞു. അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് എപ്പോഴും ക്ഷമയുണ്ടാവില്ല. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചു കിട്ടണം. അപ്പോൾ അതാണ് നമ്മൾ ഈ വ്രതം എടുത്താലും എന്ത് ചെയ്താലും ദൈവത്തെ വിളിച്ചാലും ഒരു വഴിപാടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം അപ്പം തന്നെ നടക്കണം. പാസ്സായ വഴിപാട് ചെയ്യും, പാസ്സായില്ലെങ്കിലോ അപ്പോൾ അതുപോലെ അപ്പോൾ നിരാശയാവും നമ്മൾ കാര്യം സാധിക്കാൻ വേണ്ടി വഴിപാടും ദൈവത്തെയൊക്കെ വിളിച്ചിട്ട് എന്ത് ചെയ്യും? കാര്യം സാധിച്ചില്ലെങ്കിൽ ദൈവത്തെ ചീത്ത പറഞ്ഞ് തിരിച്ചു പോകും. അതാണ് നമ്മൾക്ക് ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ അതൊക്കെയാണ് ഇയാൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെ ഇരിക്കെ തന്നെ ഇയാൾ മുനിയുടെ മഹർഷിയുടെ വീട്ടിൽ ആശ്രമത്തിൽ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരാളെ കണ്ടുമുട്ടുകയാണ്. അവിടെ കാട്ടിൽ വേറൊരാൾ കൂടി അവിടെ എത്തിച്ചേരുകയാണ്. ഒരു വൈശ്യൻ പറഞ്ഞ ആരാ? ഈ ബിസിനസ് ചെയ്യുന്ന ആൾ അല്ലേ. അപ്പോൾ അയാളോട് ചോദിക്കുകയാണ്, നീ ആരാണ്? കാട്ടിൽ വന്നപ്പോൾ ഞാൻ രാജാവായിരുന്നു, ഇങ്ങനെയൊക്കെ ആയി എന്ന് പറഞ്ഞു.
നമ്മൾ പരസ്പരം പരിചയപ്പെടുമല്ലോ. അപ്പോൾ ചോദിച്ചു, വൈശ്യനോട് ചോദിക്കുകയാണ്, നീ ആരാണെന്ന് ചോദിച്ചത്. അപ്പോൾ പറയാണ്, ഞാൻ ആരാണെന്നാ പറയുന്നത്, എന്നെ ഞാൻ ഒരു നല്ല കച്ചവടക്കാരനായിരുന്നു, എനിക്ക് കുട്ടികളുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായി. ഒടുവ് സ്വത്ത് ഭാഗം വെച്ച സമയത്ത് അവരെന്നെ എൻ്റെ സ്വത്തൊക്കെ എടുത്തിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്തു, എന്നെ പുറത്തേക്ക് തള്ളിവിട്ടു. അപ്പം എന്നെ അവർ ഉപേക്ഷിച്ചു, മക്കൾ എന്നെ ഉപേക്ഷിച്ചു. അങ്ങനെ ഞാൻ ഇങ്ങനെ ആയിപ്പോയി. മക്കളെല്ലാവരും എന്നെ ആട്ടിവിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അവർ സ്വത്തൊക്കെ കൈക്കലാക്കി എന്നെ ആട്ടിവിട്ടു. പക്ഷേ അപ്പം ഇയാളെയും കൂട്ടിക്കൊണ്ട് മഹർഷിയുടെ അടുത്ത് പോവുകയാണ്. അപ്പം പറയാണ്, മഹർഷി എന്നെ മക്കൾ ആട്ടിവിട്ടു, അപ്പോൾ അവിടെ സുഖമായി താമസിക്കാം വേണമെങ്കിൽ, ഇവർക്ക് മരണം വരെ. മഹർഷി പറഞ്ഞു, നിങ്ങൾ ഇവിടെ മരണം വരെ ജീവിച്ചോളൂ. പക്ഷേ അവർക്ക് അവരുടെ വീട്ടിലത്തേതായ ആർക്കും അങ്ങനെയാണ്. ഇത് നോക്കൂ, ഇന്നത്തെ കാലത്തൊക്കെ നടക്കുന്ന കാര്യങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദേവി മഹാത്മ്യത്തിൽ എഴുതി വെച്ചതാണ് ആ വൈശ്യൻ്റെ കഥ. അപ്പോൾ പുത്രധാരാത്മമായിട്ടുള്ള ആ ജീവിതമായിരുന്നു. എന്നെ തിരസ്കരിച്ചു എന്ന് പറയുമ്പോഴുള്ള ആ വിഷമം. അപ്പോൾ ആ വൈശ്യൻ പറയാണ്, അവരെന്നെ തിരസ്കരിച്ചെങ്കിലും എനിക്ക് അവരെ മറക്കാൻ പറ്റുന്നില്ല മഹർഷിയെന്ന്. അപ്പോൾ നോക്കൂ, നമ്മുടെ അവസ്ഥ അതാണ്. അപ്പോൾ ഈ അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ വൃദ്ധസാധനത്തിലും ഒക്കെ നോക്കാത്ത അച്ഛനെയും അമ്മമാരെയും ഒറ്റയ്ക്ക് ഇരുത്തുന്ന അവർക്കൊക്കെ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയണം. അപ്പോൾ പിന്നെ 2 തരത്തിലും മനസ്സിലാക്കാം. അപ്പം മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് ഈ വൈശ്യൻ്റെ അടുത്ത്, നിന്നെ അച്ഛനും മക്കൾക്കൊന്നും നിന്നെ വേണ്ട പറഞ്ഞ് നിന്നെ വിട്ടാക്കിയതല്ലേ, ഞാൻ നിന്നെ നന്നായിട്ട് നോക്കാം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആ വൈശ്യൻ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ അവരെല്ലാവർക്കും നമ്മൾ എത്ര തന്നെ ഒരാളെ നോക്കിയാലും അവർക്ക് അവരുടെ മക്കളെ കാണണം എന്നുള്ള ആഗ്രഹമാണ്. എത്രയൊക്കെ വായിച്ചാലും പഠിച്ചാലും. അപ്പോൾ അവിടെ ആ ഒരു തെറ്റിനെയാണ് നമ്മൾ മുക്തിയില്ലായ്മ, മോക്ഷമില്ലായ്മ എന്ന് പറയുന്ന അവസ്ഥ. അപ്പോൾ എത്ര സാധനങ്ങൾ ചെയ്യണം, അതിന് കുറേ സാധനങ്ങൾ ചെയ്താലേ നമ്മൾ ആ ലെവലിലേക്ക് എത്തും. നമ്മുടെ മനസ്സ് ആ ലെവലിലേക്ക് എത്തണം. അവരൊക്കെ പോട്ടെ, എന്നാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഭഗവാനില്ലേ, ഇനിയിപ്പോൾ എന്താ. അപ്പം നമ്മൾ പറയില്ലേ, വാർദ്ധക്യത്തിലെത്തുമ്പോൾ നമ്മളും കുറച്ച് മാറണം. എപ്പോഴും മക്കളുടെയും കുട്ടികളുടെയും കൂടെ സുഖസമൃദ്ധമായി തന്നെ ജീവിക്കണം എന്ന് വിചാരിക്കാതെ നമ്മൾ കുറച്ച് ലളിതമായ ജീവിത രീതിയിലേക്ക് വരണം. ഇപ്പം മഹർഷിയുടെ ആശ്രമത്തിൽ അതൊന്നും അവിടുത്തെ ഉള്ള ആ സുഖജീവിതം ഉണ്ടാവില്ല. രാജാവിനും അതുപോലെ രാജകൊട്ടാരത്തിലെ സുഖജീവിതം അവിടെ കിട്ടില്ല. പക്ഷെ ആ ജീവിതം ജീവിക്കാൻ അവർ തയ്യാറാവുന്നില്ല, അവരുടെ മനസ്സ് അതിന് തയ്യാറാവുന്നില്ല. അപ്പോൾ പറയണേ, എനിക്ക് എൻ്റെ മക്കളെക്കുറിച്ച് തന്നെ ചിന്ത വരുന്നു മഹർഷി, എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. എല്ലാം കൊടുത്ത് അദ്ദേഹത്തിന് നോക്കുന്നുണ്ട്, എന്നിട്ടും എത്ര നമ്മൾ ഒരാളെ എന്തൊക്കെ ചെയ്തു കൊടുത്ത് എത്ര നന്നായി നോക്കിയാലും, ഇപ്പോൾ വൃദ്ധസദനങ്ങളിലൊക്കെ ആൾക്കാരെ നോക്കുന്നവരൊക്കെ ഉണ്ട്, എത്രയൊക്കെ നോക്കിയാലും അവർക്ക് അവരുടെ മക്കൾ കൊടുക്കുന്ന കഞ്ഞിയായിരിക്കും അവർക്ക് ഏറ്റവും പ്രധാനം. അപ്പോൾ ആ ലെവലിലേ എത്തിയിട്ടുള്ളൂ. പിന്നെ ദേവി മഹാത്മ്യം വായിച്ച് സാധനങ്ങളൊക്കെ ചെയ്ത് മഹർഷി പറഞ്ഞതൊക്കെ കേട്ട് ശരിയായപ്പോൾ എന്തായി എന്നാ പറയുന്നത് അവിടെ എത്തിയപ്പോൾ. അപ്പോഴെന്തായി എന്നാണ്, അയാൾ വീണ്ടും അതുപോലെ ആ മനസ്സിനെ മാറ്റി. അപ്പോൾ മനസ്സിനെ മാറ്റാനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു വാർദ്ധക്യത്തിൽ എത്തുമ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ മനസ്സിനെ ഈശ്വരനിലേക്ക് മാറ്റി സാധനങ്ങളൊക്കെ ചെയ്ത് മോക്ഷത്തിനായി ശ്രമിക്കണം. നേരെ നമ്മൾക്ക് ഭഗവാനിൽ പോയി ചേരണം. അപ്പം മരണഭയം ഇല്ലാണ്ടാക്കണം. അതിനൊക്കെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ മക്കളെ, കുടുംബം, പേരക്കുട്ടി അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. പൂന്താനം പറഞ്ഞ മാതിരിയില്ലേ, എന്താ പറയുക, ഉണ്ണിയുണ്ടായി, പിന്നെ അതിലൊരു ഉണ്ണിയുണ്ടായി, അതിനെ വേൾപ്പിച്ച് അതിലൊരു ഉണ്ണിയുണ്ടായി കാണണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും മരിച്ചു പോകുന്നത്. അപ്പോൾ ഈ ആഗ്രഹങ്ങളൊക്കെ തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് മരിക്കാൻ ഇഷ്ടമില്ലാണ്ട് മരിച്ചു പോകേണ്ടി വരും. അപ്പം മരണം എന്തെന്ന് അറിയാൻ കൂടിയാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് മരണഭയം നീങ്ങും. അപ്പം ഈ വൈശ്യനും അതുപോലെ രാജാവിനും ഒടുവെന്തായി, അത് ഒടുവത്തെ അധ്യായം നിങ്ങൾ വായിച്ചു നോക്കൂ, അതിൽ പറയുന്നുണ്ട്. എപ്പോഴും നമുക്ക് ദേവി മഹാത്മ്യമൊക്കെ അർത്ഥമൊക്കെ ഉള്ളത് കിട്ടും. അപ്പോൾ ആ അർത്ഥത്തോടു കൂടിയുള്ളത് വായിക്കുക. അപ്പോൾ ഇവർ ആദ്യം വന്നപ്പോൾ മഹർഷി പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ മനസ്സ് മക്കളിൽ നിന്ന് മാറുന്നില്ല, അത് മനുഷ്യൻ്റെ ഒരു സഹജമായ അവസ്ഥ. മനുഷ്യൻ എപ്പോഴും മക്കളുടെ മക്കൾ എന്നുള്ള അറ്റാച്ച്മെൻറ്റിലാണ്. മൃഗങ്ങൾക്കും പക്ഷികളെയും നോക്കാൻ പറഞ്ഞു. അവരങ്ങനെ വല്ലതും ഉണ്ടോ? അവരാദ്യം പക്ഷികളൊക്കെ കുട്ടികളെ നോക്കും, കൊക്കിൽ കൊണ്ടുപോയി ആഹാരം വെച്ച് കൊടുത്തൊക്കെ നോക്കും. പക്ഷെ പറക്കാറായ സ്വയം അവരെ ഇരപിടിക്കാൻ പഠിപ്പിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കുമോ? പിന്നെ അവർ മക്കളെ തിരിഞ്ഞു നോക്കില്ല.
എല്ലാ മൃഗങ്ങളും അങ്ങനെയാണ്. അവരൊക്കെ വേർപിരിഞ്ഞു പോകും. പക്ഷേ നമ്മൾ അങ്ങനെയല്ല. ഇപ്പോൾ ഈ വൈശ്യന്റെ അവസ്ഥ എന്തായിരുന്നു? അവസാനം ആയപ്പോഴും വൈശ്യന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? മക്കളെ മറക്കാൻ പറ്റും. മക്കളെ അവര് ഇറക്കി വിട്ടു. എന്നിട്ടും മക്കളെ എന്നുള്ള ഒരു അറ്റാച്ച്മെന്റ്. അതിൽ നിന്ന് നമ്മൾ വേർപെട്ട് വന്ന് നമ്മുടെ മനസ്സിനെ ഈശ്വരനിലേക്ക് സ്ഥാപിക്കാൻ കൂടിയാണ് നമ്മൾ ദേവി മഹാത്മ്യം വായിക്കുന്നതും നമ്മൾ നവരാത്രിയിൽ ഇങ്ങനെ 9 കാളിദാസന്റെ അവസ്ഥ അറിയാലോ അല്ലേ? കുടുംബമൊക്കെ വിട്ട് ആ കാളിയുടെ അവിടെ വന്നു 9 ദിവസം എന്ത് ചെയ്തു? വ്രതം ഇരുന്നു. 10ാം ദിവസം അറിവ് കിട്ടി. അപ്പൊ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ എപ്പോഴും കുടുംബ ജീവിതത്തിൽ നമ്മൾക്ക് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ ആ അറിവ് നേടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മക്കളായാലും എന്തായാലും ഒന്നുമല്ല, എനിക്ക് ഈശ്വരൻ മാത്രമാണ് ഉള്ളത്, എനിക്ക് ഈ ഈശ്വരന്റെ സഹായമാണ് എപ്പോഴും ഉള്ളത്, ഞാൻ ഈശ്വരനാണ് എന്നുള്ള ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കൊരു വിഷമവും ഉണ്ടാവില്ല. അപ്പൊ അവിടേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം ഭഗവാൻ കൊടുക്കട്ടെ, അതിനുള്ള അനുഗ്രഹം ദേവി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.